എടാ നീ ബാംഗ്ലൂരിൽ നിന്ന് കാറിലാണോ വന്നേ? അല്ല, ബസ്സിൽ. അപ്പൊ കാറോ? ഞാനും അമ്മയും മാത്രമേ വന്നുള്ളൂ. നെക്സ്റ്റ് വീക്ക് അച്ഛനും ചേട്ടനും വരുമ്പോൾ കാറ് കൊണ്ടുവരും. അപ്പോ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ലേ? ഞാൻ ഒരു 1 മന്ത് ഉണ്ടാവും. മധുമൊഴിരാതെ നിന്നെ തേടി. നിർത്തടാ. എടാ, സംഗീതം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാഗരമാണ്. തേങ്ങ കൊലയാണ്. ഓ, കലാബോധമില്ലാത്ത ശവം. കലാബോധമല്ല, നിനക്ക് കൊലാബോധമാണ്. കുറെ നേരമായില്ലേ ഈ നടത്തം തുടങ്ങിയിട്ട്. ഇന്ന് എത്തുവോ? എത്താറാടാ, ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ഈ കാണുന്ന കുന്നു കയറിയാൽ നമ്മൾ എവിടെ എത്തും? ഇനി ഇതും കയറണോ? വേറെ ഷോർട്ട് കട്ടൊന്നും ഇല്ലേ? എന്ത് പറ്റി? വയ്യാണ്ടായ? ആര്? ഞാനാ? ഇതൊക്കെ എന്ത് കുന്ന്? എടാ, ഇവ മുകളിൽ തമ്മിൽ തലയിറങ്ങി വീഴുവോ? നീ വെറുതെ ആളെ പേടിപ്പിക്കണ്ട. അല്ലടാ, പണിയാവോ? നീ ഇങ്ങനെ കരുന്നകളൊന്നും ഉണ്ടാതിരിക്കും. ഇന്ന് കുളത്തിൽ കുളിക്കാൻ പോവാ. ഞാനില്ല. എന്താ വാടാ? നീ പെണ്ണുങ്ങളെ കുളിച്ചും കാണാനല്ലേ പോണത്? ഞാനില്ലേ വെറുതെ അവിടെ വായിലുള്ള തെറിയാക്കാൻ. കുളിച്ചും കാണാൻ പോണെന്നിട്ട് എന്നെ കൂടൊന്നും പറയിപ്പിക്കണ്ട. ടയേർഡായി ഇവന്മാരോട് പറയണ്ട, ചിലപ്പോൾ കളിയാക്കും. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോവാ. എന്തു പറ്റി? ഒന്നുമില്ല. ഇനി എത്ര ദൂരം കൂടി ഉണ്ടാവും? ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ഒന്ന് പതുക്കെ പോടാ. കേറാൻ കിട്ടുവോ? വരണ്ടായിരുന്നു. എടാ, ഇത് കയറാൻ കിട്ടുവോ? നീ ഒരു കാര്യം ചെയ്യും, നീ പോയ അവൻ്റെ മൂട്ടിയും തള്ളിക്കൂടും. എടാ, എന്നിട്ട് വേണം അവൻ്റെ മേലെ ഉരുണ്ട് വീണ് ഞാൻ തവള പൊട്ടണ പോലെ പോട്ടെ. ആവൂ, അവൻ കേറി. ഞാൻ ടയേർഡായി. നിന്റെ വർത്താനം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നീ ഒറ്റയോടത്തിന് ഇതിന്റെ മുകളിൽ നോക്കിയപ്പോ ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല. എൻ്റെ അമ്മേ, എനിക്ക് ഈ കുന്നും മലന്ന് കയറി ശരിയില്ലാത്തതുകൊണ്ടാ. അയ്യോ, മുകളിലെത്തുമ്പോഴേക്ക് നിന്റെ പരിപ്പ് ഇളകുവോ? ദിവസമൊക്കെ ഒന്ന് കയറിറങ്ങിയാൽ മതി, എൻ്റെ ഈ തടിയൊക്കെ പമ്പ് കിടക്കും. നീ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ലേ? എനിക്കെന്താ വട്ടല്ലേ എന്ന് ഈ കുന്ന് കയറി ഇറങ്ങാൻ. ഇനി എത്ര ദൂരം കൂടെ ഉണ്ട്? ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. കുറെ നേരമല്ലോ പറയുന്നുണ്ട് കുറച്ച് ദൂരമുള്ളൂ കുറച്ച് ദൂരമുള്ളൂ എന്ന്. ഇങ്ങനെ എത്തുവോ? ഒരുമാതിരി മറ്റാടത്തെ പരിപാടി. മനുഷ്യൻ്റെ ഊപ്പാടിളകി. വാടാ, ഇനി കുറച്ച് ദൂരം ഉള്ളൂ. നിനക്ക് പറ്റണ വേണ്ടി ചെയ്താ പോരടാ. കൊടുകൈ. നീ അധികം ബലം പിടിക്കണ്ട, അടിയിൽ കൂടെ വരതും പോവും. നീ നിന്റെ പോവാട് നോക്ക്.
എന്റെ നടുവൊന്നും മിന്നി. നീ എങ്ങടെ വാണം തോലെ പോണ്? പതുക്കപ്പോ അവൻ വരട്ടെ. ഓ ഉം. ഓ ഉം. ഓ എൻ്റെ അമ്മോ. അങ്ങനെ നമ്മൾ അവസാനം എത്തി. ഓ എൻ്റെ അടപ്പൂരി. ആഹാ, നല്ല രസമുണ്ട് കാണാൻ. എത്രയാ മരങ്ങള്. ഇതാണ് പൂച്ചപ്പാറ. എന്തു പാറ? പൂച്ചപ്പാറ. പൂച്ചപ്പാറയാ? പൂച്ചപ്പാറ. അപ്പൊ അതേതാ സ്ഥലം? വടക്കഞ്ചേരി ടൗൺ. ഓ, ഭയങ്കര ദാഹം. വരുമ്പോ ഒരു ബോട്ടിൽ വെള്ളം എടുക്കായിരുന്നു. ഞാൻ വിചാരിച്ചാണ്, മറന്നുപോയി. എടാ, നമുക്ക് അവിടെ പോയിരിക്കാം. വേണ്ടടാ, നമുക്ക് അപ്പുറത്ത് പോയിരിക്കാം. അവിടെ നല്ല തണലുണ്ടാവും. ഇതെവിടുന്ന ഈ വണ്ടികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നേ? ഈ കുന്നിന് തല ഹൈവേ ആണ്. അതിൽ കൂടെ പോണ വണ്ടിയുടെ സൗണ്ടാണ്. നടക്കടാ. ഓ ഒന്ന് പതുക്കി ഇരിക്കടാ. അതെന്താടാ ഒരു സൗണ്ട്? അത് നമ്മുടെ രാഘവേട്ടനെ പറമ്പിൽ മരം മുറിക്കുക. കാണാനൊക്കെ നല്ല രസമുണ്ട്. ഈ സ്ഥലത്തിന് എങ്ങനെയാ പൂച്ചപ്പാറ എന്ന് പേര് വന്നേ? ദൂരെ നോക്കുമ്പോ ഈ പാറ ഒരു പൂച്ചയെ പോലെയാണ് അത്ര. പണ്ടാരോട്ട പേരാണ്, എനിക്ക് കേട്ട് അറിയില്ല. അതൊന്നുമല്ല, പിന്നെ അതൊരു വലിയ കഥയാ. നീ ചുരുക്കി പറഞ്ഞാൽ മതി. പണ്ടിവിടെ കുറെ പൂച്ചകളുണ്ടായിരുന്നു. അതുകളെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു. ഒരു ദിവസം നാട്ടുകാരെല്ലാം ചേർന്ന് ആ പൂച്ചകളെല്ലാം തല്ലിക്കൊന്ന് ചാക്കിലാക്കി ഈ പാറപ്പുറത്ത് കൊണ്ടിട്ടു. അന്നു മുതൽ രാത്രിയായ ഈ കുന്നിന്റെ മുകളിൽ നിന്ന് പൂച്ചകൾ കരയുന്ന ശബ്ദം കേൾക്കത്രേ. പൂച്ചകളുടെ പ്രേതത്തിന്റെ കരച്ചിൽ. പൂച്ചകളുടെ പ്രേതോ? പ്രേതം അണ്ണാൻ കട്ട. ഇത് പൊടനേക്കാം. നോണയല്ലടാ, സത്യമായിട്ടും. ചെറുപ്പത്തെ എന്റെ മുത്തശ്ശി പറഞ്ഞ കഥയാ. ചിന്ന മതിയാ, നിർത്ത് നിന്റെ ഒടുക്കത്തെ പുളുപടി. നീ ഒരു ദിവസം എത്ര എന്നോട് പല പ്രാവശ്യം പറഞ്ഞു എന്നെ ചിന്ന ചിന്നാന്ന് വിളിക്കണ്ടായിരുന്നു. അപ്പൊ നിന്റെ പേര് ചിന്നൻ അല്ലേ? അല്ല, ജഗന്നാഥനാ. ആറാം തമ്പുരാൻ സിനിമയിലെ മോഹൻലാലിന്റെ പേരില്ലേ, ജഗന്നാഥൻ. അത് തന്നെ. ഇവന്റെ അച്ഛൻ മോഹൻലാലിന്റെ വലിയ ആരാധകനാണ്. ആറാം തമ്പുരാൻ സിനിമ ഇവന്റെ 25 പ്രാവശ്യം തിയേറ്ററിൽ ചെന്ന് കണ്ടായി. ഒരു ദിവസം പുള്ളിക്കാരൻ ആ സിനിമ കാണാൻ പോയപ്പോഴാണ് ഇവനുണ്ടായത്. കണ്ടു കഴിഞ്ഞ് വന്ന് അപ്പ തന്നെ ഇവന് പേരിട്ടു, ജഗന്നാഥൻ. ശംഭോ മഹാദേവ. പക്ഷെ ഞങ്ങൾക്ക് ഇവൻ ചിന്നനാണ്. ഞാൻ പോവാ. ഞാനൊരു തമാശ പറഞ്ഞല്ലോടാ. പൊന്ത കണ്ടൊന്ന് മാറി നിന്ന് മൂത്രം ഒഴുകി, അല്ലെങ്കിൽ വല്ല പത്തിരിക്കൊത്തി പാമ്പ് തന്നെ കുഞ്ഞുമടി കടിക്കും. എന്തിനാടാ അവനെ ചിന്നാന്ന് വിളിക്കുന്നത്? ചിന്ന തന്നെ മുത്തിയും അവനിട്ട് പേരാ. വാ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഓ, ആരാ ഈ മതിലൂടെ കൊണ്ട് കിട്ടിയത്? പണ്ടാരം. ആ ചപ്പിനകത്ത് വല്ല പാമ്പോ ചേമ്പൊക്കെ ഉണ്ടാവും, നോക്കി നടക്കും. വൈകുന്നേരം അവിടെ വന്ന് സൂര്യൻ അസ്തമിക്കണ കാണാം. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. എന്നാ ഇന്ന് വൈകുന്നേരം നമുക്ക് വന്നാലോ? ഓ, വരാം. അയ്യോ, ഇന്ന് പറ്റില്ല. ഇന്ന് വൈകുന്നേരം എനിക്ക് റേഷൻ കടയിൽ പോകണം. നമുക്ക് നാളെ വരാം.
ശരിക്കും ഫോറസ്റ്റ് പോലെയുണ്ട്. ഇവിടെ വൈൽഡ് ആനിമൽസ് വല്ലതും ഉണ്ടോ? വൈൽഡ് ആനിമൽസ് കുറുക്കനും മുള്ളമഞ്ഞൊക്കെ ഉണ്ടാവും. പിന്നെ മയിൽ, അത് കുറേ ഉണ്ട്. പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ല. എടാ, അവനെ കാണാനില്ലല്ലോ. ചിലപ്പോൾ പോയിട്ടുണ്ടാവും. വാ നമുക്ക് നോക്കാം. അവൻ പോയിട്ടുണ്ടാവൂടാ. ഇവനിവിടെ എവിടെയും കാണാനില്ലല്ലോടാ. ഞാൻ പറഞ്ഞില്ലേ അവൻ പോയിട്ടുണ്ടാവുന്നു. ദാ അവൻ വരണു. നീ ആ പൊന്നക്കണ്ടിൽ എന്തെടുക്കായിരുന്നു? നെല്ലിക്ക പറിക്കാൻ പോയതാണ്. എവിടെ? അതോ അവിടെ ഒരു വലിയ നെല്ലിക്ക മരമുണ്ട്. എന്നിട്ട് നെല്ലിക്ക എവിടെ? മരത്തിൽ നെല്ലിക്ക ഒന്നും ഇല്ലടാ. ഇപ്പോഴൊന്നും നെല്ലിക്ക ഉണ്ടാവില്ലടാ. 2 മാസം മുന്നേ ഇഷ്ടംപോലെ നെല്ലിക്കയായിരുന്നു. ഞങ്ങളൊന്ന് മുഴുവൻ പറിച്ചിട്ട് പോയി. ഓഹ്, എന്താ ഒരു വെയില്. ആ നമുക്ക് ആ മരത്തിന്റെ ചുവട്ടിൽ പോയിരിക്കും. അടക്ക്. ഇവരെന്താ മേലോട്ട് നിൽക്കണേ? നീ ഒരുപാട് വെയിലുള്ളണ്ടാ കറുത്ത് കരിവാളിച്ചു പോകും. എൻ്റെ ഉള്ള ഗ്ലാമർ കളയണ്ട. പോയി നിന്റെ കെട്ടുകൾ പോയി പറയടാ ശവമേ. വെറുതെ അവൻ്റെ വായ കിടന്ന് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. സന്തോഷമായി കേട്ടാൽ. എന്തൊരു വെയിലാ അവിടെ. 40 ഡിഗ്രിക്ക് മേലെ ചൂടുണ്ട്. ഈ മരങ്ങളുള്ളത് കൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. നിങ്ങളുടെ അവിടെ നല്ല തണുപ്പായിരിക്കും അല്ലേ? ബാംഗ്ലൂർ നല്ല തണുപ്പായിരിക്കും അല്ലേ? തണുപ്പുണ്ട് ചൂടുമുണ്ട്. പക്ഷെ ഇവിടുത്തെ അത്ര ചൂടില്ല. ഇവിടെ എന്തൊരു ചൂടാ. ഓരോ പണ്ടറക്കാലം വരെയുള്ള കുന്നുകളും മരങ്ങളും മുറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചൂട് കൂടുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ പത്രത്തിലുണ്ടായിരുന്നു NH പോലീസിൻ്റെ വീതി കൂട്ടാൻ വേണ്ടി പാലക്കാട് തൊട്ട് വടക്കഞ്ചേരി വരെ റോഡ് സൈഡിലുള്ള 4300ഓളം മരങ്ങളാണ് മുറിച്ചു കളഞ്ഞത്. ഇത് നമ്മുടെ ജില്ലയിലെ കാര്യം. ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് ആയിരക്കണക്കിന് മരങ്ങൾ നശിപ്പിക്കുന്നത്. ഈ മരം മുറിക്കണവരൊക്കെ പകരം വേറെ നട്ടാൽ മതി. പക്ഷെ ഈ ചെറ്റകൾ അത് ചെയ്യില്ലല്ലോ. ഇങ്ങനെ TV-യിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ഇന്റർവ്യൂ. ഭൂമിയിലെ ചൂട് കൂടുന്നതിനെ കുറിച്ചിട്ട്. ഇങ്ങനെ പോയാൽ ലോകം അവസാനിക്കുന്ന അവർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചൂട് ഇനിയും കൂടും. അതെന്താ? ഈ പൂച്ചപ്പാറയും ഇതിനോടുള്ള മരങ്ങളും ഇനി അധികാരം ഉണ്ടാവില്ല. നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞു. ബസ് സ്റ്റോപ്പിൻ്റെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് നീ കണ്ടില്ലേ? ഇല്ല. ഇവിടെ സ്കൂളോ കോളേജോ അങ്ങനെ എന്തൊക്കെ വരാൻ പോവാണ്. ഏത് പണ്ടാരക്കടന്മാരാണോ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നത്? അങ്ങനെയുണ്ട്, നന്നായിട്ടില്ല. നിന്നെ തേടി. ഒന്നും ഉണ്ടായിരിക്കടാ. എന്നിട്ട് ചവിട്ടുന്നുണ്ടല്ലോ. എന്താ എനിക്കൊരു പാട്ടിടാൻ പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ പ്രതിഭടനം നടക്കുന്നുണ്ടാവുമല്ലോ. അതാരാ? രാവിലെ നമ്മൾ വരുമ്പോൾ ഒരു ചേട്ടനെ കണ്ടില്ലേ? ആളാണ്. എന്നിട്ട് പുള്ളിക്കാരൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ പ്രതിഭടനം വിളിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ മൊബൈൽ തന്നെ. വിളിച്ചിട്ട് കിട്ടണില്ലേ? ഇങ്ങോട്ടാ, ഞാൻ വിളിക്കാം. എന്തു പറ്റി? ഇതിൽ പൈസയില്ല. നീ എന്താ നോക്കി പിടിപ്പിക്കണ്? നീ പൈസ തന്നെ ഞാൻ ചാർജ് ചെയ്താണല്ലോ നിന്റെ നോട്ടം.
എന്നാടാ ഇതിന്ന് വിളിച്ചു നമ്പർ പറടാ. നീ അധികം ചൂടാവണ്ട, കാര്യം പറഞ്ഞാൽ മതി. വലിയ മറ്റന്നാണ് അവൻ്റെ വിചാരം. 99 47 89 24 83. ഹലോ പൃഥ്വിവേട്ടാ, ഹലോ മനുവാണ്. ഹലോ ഹലോ ഈ കുന്നിൻ്റെ മണ്ടയിൽ റേഞ്ചില്ല. ഹലോ പൃഥ്വിവേട്ടാ, ഹലോ 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 പൃഥ്വിവേട്ടാ, ഹലോ ഞാൻ മനുവാണ്. പൂച്ചിപ്പാറി അതിന് ചുറ്റുള്ള സ്ഥലം ആരോ വാങ്ങിയെന്ന് കേട്ടു, ശരിയാണോ? ആ എന്താ അവിടെ പരിപാടി? ഓ ആ ശരിയാടാ, ഞാൻ പിന്നെ വിളിക്കാം. അല്ലല്ല, ഇത് അരുണിൻ്റെ മൊബൈലാ. ആ ശരി. പ്രതിഭയുടെ എന്താ പറഞ്ഞത്? ഈ പൂച്ചിപ്പാറ ഇതിന് ചുറ്റുള്ള 55 ഏക്കർ സ്ഥലം വാങ്ങാൻ അവർ ഡാൻസ് കൊടുത്തു. ആര്? മലപ്പുറത്തുള്ള ഏതൊരു ടീമാണ്. എന്താ അവരുടെ പരിപാടി? അത് പറഞ്ഞില്ല. പൃഥ്വിയുടെ വായനശാല ഒരു മീറ്റിങ്ങിലാണ്, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്ത് സുഖമല്ലേ ഈ മരത്തിൻ്റെ അടിയിലിരിക്കാൻ. ഇതൊക്കെ ഇനി എത്ര കാലം ഉണ്ടാവോ ആവോ? ആ തെണ്ടുകളൊന്നും ഇതെല്ലാം ഇടിച്ച് നിരപ്പാക്കില്ലേ? അപ്പോൾ നമുക്ക് പോവാം. കുറച്ചു നേരം കൂടെ ഇരുന്നിട്ട് പോവാം പ്ലീസ്. ഞാൻ അടുത്ത വെക്കേഷൻ വരുമ്പോൾ ഇതൊക്കെ അവിടെ കാണും. അവൻ എവിടേക്കാ പോണേ? ആ നീ വാ. ഞങ്ങളോടൊന്ന് തിരിച്ചു എപ്പോഴും ഞങ്ങളുടെ പേരെഴുതി ചോദിക്കും. വെറുതെ രസം. നിന്റെ പേരിനിപ്പം വേറൊന്നും എഴുതില്ലടാ. ഇവനാണ് കാണുന്ന പോലെ ഒന്നല്ല, അതിന് ചെറിയൊരു ലൈനുണ്ട്. എടാ കള്ള, എന്താടാ നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര്? അപ്പോഴേക്കും അവന് നാണം വന്നു. പറയടാ, അല്ലെങ്കിൽ ഞാൻ പറയും. മീനാക്ഷി. മീനൂന്ന് ഞാൻ വിളിക്കും. നിങ്ങൾ ഒരേ ക്ലാസ്സിലാ? അവള് 9 ബിയിലാണ്. 9th-ലോ? നീ 8th-ലല്ലേടാ? അതിനെന്താണ്? എടാ പ്രായം വിട്. പക്ഷെ അവൾക്ക് ഇവനേക്കാൾ പൊക്കുണ്ടടാ. ഇപ്പൊ ഡെയിലി രാവിലെ അടിച്ച് മരത്തെ തൂങ്ങുക ഹൈറ്റ് വയ്ക്കാൻ. അത് ഞാൻ സഹിച്ചു. നീ അത്ര വലിയ മാന്യൊന്നും ആവണ്ട. നീ ആ 10 ഡിയിലെ താത്തക്കുട്ടികളുടെ ചുറ്റുകളിലേക്ക് എനിക്കറിയാം. ഏതാത്ത കുട്ടി? അല്ലടാ, ഇവൻ വെറുതെ ആളെ കളിയാക്കാൻ വേണ്ടി. മനസ്സിലായി മനസ്സിലായി. അല്ലടാ സത്യമായിട്ട് ഞാൻ വിചാരിച്ച ഫ്രണ്ട്സാണ്. പോടാ. ഇനി എന്റെ നോക്കിയോ. പഴയ സ്റ്റാമിനയൊക്കെ പോയി. വാടാ പതുക്കെ. എടാ, നിനക്കിത് ഇറങ്ങാൻ കിട്ടുമോ? ഇതൊക്കെ എന്ത്? നീ ഇറങ്ങിക്കോ, ഞാൻ ബാക്കിലുണ്ടാകും. നീ മെല്ലെ നോക്കി ഇറങ്ങണം. നീ എങ്ങാനും കാല് തെറ്റി എൻ്റെ മേലെ വീണാ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. നീ വലിയ വർത്തമാനം പറയാൻ നോക്കി ഇറങ്ങി, അല്ലെ മൂഞ്ചൂത്തി വീഴും. അല്ലെങ്കിൽ വേണ്ട, നീ തന്നെ ആദ്യം ഇറങ്ങിക്കോ. എന്തിനാ ഒരു പരീക്ഷണം?
നോക്കി ഇറങ്ങണം. ഒറ്റ കുത്തുവെച്ചാന്നുണ്ടല്ലോ. ഒന്ന് പതുക്കെ നിരങ്ങ്, എന്റെ ചന്തി തേയും. ഓറ പട്ടി. ഹലോ, അതെ. ആ അവിടെ ഉണ്ട്, കൊടുക്കാം. ഈ ബേട്ടൻ. ഹലോ, ആ പ്രതിഭേട്ടാ, മീറ്റിംഗ് കഴിഞ്ഞോ? അപ്പം എന്താണല്ലോ പരിപാടി? അപ്പം നമ്മൾ വിചാരിച്ചൊന്നും നടക്കില്ല. നീ ആ പാറപ്പുറത്ത് പോയിരുന്നു? ശരി ചേട്ടാ, ഞാൻ കുറച്ച് നീ വീട്ടിലേക്ക് വരാം. ശരി. പ്രതിഭട്ടൻ എന്ത് പറഞ്ഞു? നമ്മളൊന്നും വിചാരിച്ചൊന്നും നടക്കില്ലടാ. അവന്മാർക്ക് മന്ത്രിമാരുടെ വലിയ പിടിപാടാണ്. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഈ ടി വിയിലും പത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് ഇവിടുത്തെ നാട്ടുകാരും പാർട്ടിക്കാരും ചേർത്ത് ഒരു സമരം നടത്തിയാൽ എന്താ? നമുക്ക് നോക്കിയാലോ? അതെനിക്കും തോന്നിയതാണ്. പക്ഷേ പ്രതിഭട്ടൻ പറയണത് അതൊന്നും നടക്കില്ല എന്നാണ്. എന്താ നടക്കാണ്ട്? അവരാദ്യം ചെയ്യാൻ എന്താണെന്നറിയോ? ഇല്ല. നമ്മുടെ നാട്ടിലില്ലാത്ത ഒന്നാണ് ഒരു വലിയ മെഡിക്കൽ കോളേജ് ആശുപത്രി. അതുകൊണ്ട് രാഷ്ട്രീയക്കാരും നാട്ടുകാരും അവർക്ക് എതിര് നിൽക്കാൻ സാധിക്കില്ല. അവർ അഡ്വാൻസ് അല്ലേ കൊടുത്തിട്ടുള്ളൂ? പണ്ടാരക്കാരന്മാര് ഇങ്ങോട്ട് സ്ഥലം വാങ്ങാൻ വരുമ്പോ വല്ല പാണ്ടിലോറിയും കയറി ചാവും. ഈ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അവരല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് വാങ്ങും. നീ എന്താ ആലോചിക്കണ്? പൂച്ചിപ്പാറ വാങ്ങാൻ പോണ പോലെ പല സ്ഥലങ്ങളും പലരും വാങ്ങും, നശിപ്പിക്കും. പ്രതിവട്ടം പറഞ്ഞ പോലെ അവരെയും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? വാ പോവാം. എവിടേക്ക്? നമുക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയും. നീ വാ. എടാ, കാര്യം പറഞ്ഞിട്ട് പോടാ. നീ ആദ്യം ഇങ്ങോട്ട് വാ, ഞാൻ പറയാം. നമ്മൾ വന്ന അപ്പുറത്തെ വഴി കൂടെ അല്ലേ? ഇതിലേയും വഴിയുണ്ട്. ഇവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ചല്ലോ. ഇതിപ്പം മുറിച്ചു? എനിക്കറിയില്ല. മുറിച്ചിട്ട് കുറച്ചായെന്ന് തോന്നുന്നു. ഇതെന്ത് മരമാണ്? അറിയില്ല. ഞങ്ങൾ വരുമ്പോഴൊക്കെ ഈ മരത്തിന് ചുവട്ടിൽ ഇരിക്കാറുണ്ട്. നമുക്ക് പോവാം. എടാ, ഇപ്പൊ പ്രതിഭേട്ടന്റെ വീട്ടിൽ പോകണ്ടോ? നാളെ പോവാടാ. ഇന്നെനിക്ക് മുടി വെട്ടാനും പോകണം, റേഷൻ കടയിലും പോകണം. എന്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റണം. നമുക്ക് ഒരുമിച്ച് പോവാം. പ്രതിഭേട്ടാ, പ്രതിഭേട്ടോ, പ്രതിഭേട്ടാ, പ്രതിഭേട്ടാ. ഇവിടെ ആരില്ലാന്ന് തോന്നണേ. ഡോറ് പൂട്ടിയിട്ടില്ലല്ലോ. പ്രതിഭേട്ടാ,
ഞാൻ ആളുടെ ഫോണിൽ വിളിച്ചത്. സ്വിച്ച് ഓഫ് ആണെന്നാണല്ലോ പറയണേ. നിങ്ങൾ വാ, നമുക്ക് വായനശാല പോയി നോക്കാം. നീ ആദ്യം കാര്യം പറ, നമ്മളെന്താ ചെയ്യാൻ പോണ്? ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊരു ഗുഡ് ഐഡിയ ആണ്. ഇതുപോലെ വെയിലുള്ളവിടെയൊക്കെ നമുക്ക് മരത്തിൽ നടണം. അപ്പോൾ കുറേയൊക്കെ ചൂട് കുറയും. ഇതാണ് ഇത്ര വലിയ കണ്ടുപിടുത്തം. നിന്റെ വർത്താനം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ആനക്കാലായിരിക്കും. ഇതെന്ത് വലിയ കാര്യമല്ലേ? ഇതൊക്കെ എന്ത്? എന്നിട്ട് നീ ചെയ്തിട്ടുണ്ടോ അതുപോലെ എന്തെങ്കിലും? നീ ഒന്നും ഉണ്ടാത്ത ജീവിതത്തിൽ ഒരു മരത്തിൽ നിന്ന് നട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു പുള്ളിയും ചെയ്യൂല, വലിയ വർത്താനം പറയുകയും ചെയ്യും. കുറെ എണ്ണ ഉണ്ട് നിന്നെ പോലത്തെ. എടാ, ആദ്യം നമ്മളെ കൊണ്ടാവണത് ചെയ്യും. ഇതാ ഞാൻ റെഡി. എന്നാ കൊടു കഴി. നീ ഒന്നും ഉണ്ടാത്ത ഇപ്പൊ നമ്മൾ എവിടേക്കാണ്? നേരെ വായനശാല. പ്രതിഭടനെ കാണണം. എന്തിന്? എടാ, കുറെ മരത്തൈകൾ വേണ്ടേ? പ്രതിഭടനെ കുറിച്ചൊരു എളുപ്പമായിരിക്കും കാര്യങ്ങൾ. നട്ടാൽ മാത്രം പോരാ, അതിന് വെള്ളം ഒഴിക്കണം. അതെ, കഴിഞ്ഞ വർഷം പഞ്ചായത്ത് മരത്തിൽ നട്ട പോലെ ആവരുത്. എന്ത് പറ്റി? കഴിഞ്ഞ വർഷം പള്ളിപ്പടി മുതൽ സൊസൈറ്റി മുക്ക് വരെ പഞ്ചായത്ത് കുറേ മരത്തിൽ നട്ടു. പക്ഷേ ഇപ്പം അതിൽ കുറച്ചേ ബാക്കിയുള്ളൂ. അതെന്ത് പറ്റി? അതിൽ കുറേ എണ്ണം പശുക്കൾ തന്നു, കുറേ എണ്ണം ഉണങ്ങി പോയി. അപ്പോൾ നമ്മുടെ പരിപാടി അങ്ങനെ ആവരുത്. അത് വലുതാവും വരെ അതിനെ സംരക്ഷിക്കണം. നമ്മുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും കൂടണം. നമ്മുടെ നാട്ടിലെ മലകളും മരങ്ങളും നശിപ്പിക്കും ദുഷ്ടന്മാരെ നാളെ നിങ്ങൾ അനുഭവിക്കും. പക്ഷേ നിങ്ങൾ ചെയ്യണ ക്രൂരതയ്ക്ക് ഞങ്ങൾ കൂടെ അനുഭവിക്കണമല്ലോ. നിങ്ങൾ ചെയ്യണ ക്രൂരതയ്ക്ക് ഞങ്ങൾ കൂടെ അനുഭവിക്കണമല്ലോ. എടാ മഹാപാപികളെ, ഈ ഭൂമി നശിക്കുമല്ലോ. ഞങ്ങൾ തുടങ്ങി ദുഷ്ടന്മാരെ നിങ്ങൾക്കെതിരെ സമരങ്ങൾ. ഞങ്ങൾ തുടങ്ങി ദുഷ്ടന്മാരെ നിങ്ങൾക്കെതിരെ സമരങ്ങൾ. ഈ ഭൂമിയെ രക്ഷിക്കാൻ തുടങ്ങി സമരങ്ങൾ. ഈ ഭൂമിയെ രക്ഷിക്കാൻ തുടങ്ങി സമരങ്ങൾ. വെയിലുള്ളവിടെ മരങ്ങൾ നട്ട് തണലുണ്ടാക്കുന്ന സമരങ്ങൾ. വെയിലുള്ളവിടെ മരങ്ങൾ നട്ട് തണലുണ്ടാക്കുന്ന സമരങ്ങൾ. ഈ ഭൂമി മുഴുവൻ തണലാക്കാൻ തുടങ്ങിയ സമരങ്ങൾ. ഈ ഭൂമി മുഴുവൻ തണലാക്കാൻ തുടങ്ങിയ സമരങ്ങൾ. ഈ ഭൂമി മുഴുവൻ തണലാക്കാൻ ഞങ്ങൾ തുടങ്ങി സമരങ്ങൾ.